ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ തന്ത്രി കണ്ഠര് രാജീവർക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുരുക്ക് വരികയാണ്. ഇരുവരോടും മാർച്ച് ആദ്യവാരം അടുത്ത ആഴ്ചയോളം എന്നാണ് കേൾക്കുന്നത് ED ഹാജരാവാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ SITയുടെ പ്രതിപ്പട്ടികയിലുള്ള മുഴുവൻ ആളുകളെയും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് നടപടി. നവമി ദിനേശ് ചേരുന്നു. നവമി, കണ്ഠര് രാജീവർ സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങിയ ആളല്ല. അദ്ദേഹം ജാമ്യഹർജിയിൽ ഉന്നയിച്ച വാദങ്ങൾ ഒരു പരിധിവരെ കോടതി അംഗീകരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അതേസമയം എൻ വാസു സ്വാഭാവിക ജാമ്യത്തിലാണ് പുറത്തിറങ്ങിയത്. ED ഇരുവരെയും വിളിച്ചു വരുത്തുമ്പോൾ സാമ്പത്തിക ഇടപാടുകൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും തന്ത്രി അനധികൃതമായ വലിയ നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ച തുകയൊക്കെ പുറത്തു വന്നതാണ്. എൻ വാസുവിൻ്റെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കുമായിരിക്കണം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരുമ്പോൾ ഒരിടത്തു നിന്നും കണ്ഠര് രാജീവർക്ക് കുരുക്കഴിയുമ്പോൾ മറ്റൊരിടത്ത് കുരുക്ക് മുറുകുന്നു എന്ന സാഹചര്യം ഉണ്ടാകുമോ? സജിത്ത്, ഇതിപ്പോൾ നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITയുടെ പട്ടികയിലുള്ള എല്ലാവരെയും തന്നെ ED ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ കണ്ടതാണ്. ജയറാമിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ഇനിയിപ്പോൾ അടുത്തതായി നോട്ടീസ് അയച്ചിരിക്കുന്നത് SIT രജിസ്റ്റർ ചെയ്ത കേസിലെ മൂന്നാം പ്രതിയായിട്ടുള്ള എൻ വാസുവിനെയും ഒപ്പം തന്ത്രി കണ്ഠര് രാജീവരെ കൂടിയാണ്. ഇതിൽ തന്ത്രിയെ സംബന്ധിച്ച് ചെറിയൊരു ആശ്വാസം എന്നുള്ളത് വിജിലൻസ് കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകി. 41ാമത്തെ ദിവസമാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയത്. മറ്റു പ്രതികളെല്ലാം സ്വാഭാവിക ജാമ്യം നൽകി പുറത്തിറങ്ങുമ്പോഴാണ് അദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ടുള്ള തെളിവില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടെന്ന് തെളിയിക്കാൻ SITക്ക് കഴിഞ്ഞില്ല എന്നുള്ള രീതിയിലേക്ക് കോടതി ഒരു നിരീക്ഷണം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയത്. അത് തന്നെയാണ് ഇപ്പോൾ EDയുടെ മുന്നിലേക്ക് വരുമ്പോഴും അദ്ദേഹത്തിന് ഒരു ആശ്വസിക്കാനുള്ള ഒരു വകുപ്പ് കോടതിക്ക് നൽകിയ ആ ഒരു ജാമ്യം തന്നെയാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന്റെ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ 2 കോടിയോളം രൂപ അതിലുണ്ടെന്ന് SITയുടെ നിഗമനമുണ്ടായിരുന്നു. പക്ഷെ അതുപോലും കൃത്യമായി തെളിയിക്കാൻ SITക്ക് കഴിഞ്ഞിട്ടുമില്ല. ആ കേസുമായി ബന്ധപ്പെട്ട് ഈ EDക്ക്, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയിൽ കിട്ടിയ ഏതെങ്കിലും തുക ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിക്ക് നൽകിയിട്ടുണ്ടോ, ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് ED പ്രധാനമായും അന്വേഷിക്കുന്നത്. അതിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ചിലപ്പോൾ ഇതിന്റെ സാക്ഷിയായിട്ടായിരിക്കുമോ തന്ത്രിയെ ED ഈ കേസിലെ ചേർക്കുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. തന്ത്രിയെ സംബന്ധിച്ച് ഇപ്പോൾ കോടതിയിൽ നിന്നും വന്നിരിക്കുന്ന അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസകരമായിട്ട് നിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്ത്രി തന്നെ പറയുന്നു, ഈ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ താൻ അതിനെ എതിർത്തിരുന്നു. അതിന്റെയൊക്കെ വൈരാഗ്യം സർക്കാരിന് തന്നോടുണ്ടായിരുന്നു. തന്നെ മനഃപൂർവ്വം ഈ കേസിൽ കുടുക്കുകയായിരുന്നു. താൻ ഒരിടപാടും നടത്തിയിട്ടില്ല. തന്ത്രി എന്ന നിലയിൽ ശബരിമലയിലെ ഈ കാർമ്മിക കാര്യങ്ങൾ മാത്രമാണ് താൻ വഹിച്ചിരുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും തനിക്ക് അറിയില്ല എന്നതാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും വിജിലൻസ് കോടതിയുടെ ആ ഒരു നിരീക്ഷണം തന്നെയാണ് ഇപ്പോൾ തന്ത്രിയെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടിരിക്കുന്നത്. പക്ഷേ ED ഏത് വിധത്തിലാണ് ആ അന്വേഷണത്തെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ഈ ഒരു നിരീക്ഷണത്തെ നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. മറ്റൊന്ന് എൻ വാസുവാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതും അതോടൊപ്പം തന്നെ സ്വർണ്ണപ്പാളികൾ എന്ന് തിരുത്തി, സ്വർണം എന്നുള്ളത് തിരുത്തി ചെമ്പാക്കി മാറ്റി, ചെമ്പെന്ന് തിരുത്തി എഴുതിയതും എൻ വാസുവാണെന്നാണ് SITയുടെ നിരീക്ഷണം. 90 ദിവസം അദ്ദേഹം ജയിലിൽ കടന്നതിന് ശേഷമാണ് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത്. എന്തായാലും അടുത്ത ആഴ്ച തിങ്കളും ചൊവ്വയുമായിട്ട് രണ്ടുപേരോടും ഹാജരാകാനാണ് ED ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓരോ ആളുകളിലേക്ക്, അവസാനം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് വരെ അന്വേഷണം എത്തുന്ന തരത്തിലേക്കാണ് EDയുടെ ഇപ്പോഴത്തെ നീക്കം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കം ആരംഭിച്ചു. എല്ലാവരെയും വിളിച്ചു വരുത്തുമെന്നതാണ് നീക്കം. അതിന്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.